നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. മധ്യവേനലവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറന്നു. ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം പുത്തൂരിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. തിരുവില്ലാമല നവോദയ ഉള്ളാട്ടുകുളം റോഡ് തകർന്നതിൽ നടപടിക്കൊരുങ്ങി ജില്ലാ പഞ്ചായത്ത്. TCV വാർത്തയെ തുടർന്നാണ് നടപടി. സ്വകാര്യ ബസ്സിൽ കൗമാരക്കാരിയെ ലൈംഗികമായി പീഡിപ്പിക്കാൻ ശ്രമിച്ച പ്രതിക്ക് 6 വർഷം കഠിന തടവും 20,000 രൂപ പിഴയും ശിക്ഷ വിധിച്ച് കോടതി. പുല്ലൂറ്റ് സ്വദേശി സുരേഷിനെയാണ് ശിക്ഷിച്ചത്. സമഗ്ര ശിക്ഷ കേരളം URC തൃശൂർ കോർപ്പറേഷൻ തല പ്രവേശനോത്സവവും SDC പ്രവേശനോത്സവവും തൃശൂർ ഗവൺമെന്റ് മോഡൽ ഗേൾസ് സ്കൂളിൽ നടന്നു. മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഒരു പ്രസവത്തിൽ ജനിച്ച 3 കുട്ടികൾ ഒരുമിച്ച് സ്കൂളിലേക്ക്. പുറനാട്ടുകര പ്രവീൺ കുമാർ അർച്ചന ദമ്പതികളുടെ മക്കളായ ആരാധന, അനുഗ്രഹ, അനന്യ എന്നിവരാണ് പുറനാട്ടുകര കേന്ദ്രീയ വിദ്യാലയത്തിൽ ഒരുമിച്ച് 1ാം ക്ലാസ്സിലെത്തിയത്. റംബൂട്ടാൻ കായ്കൾ വ്യാപകമായി കൊഴിയുന്നത് കർഷകരെ നിരാശയിലാക്കുന്നു. കടുത്ത വേനൽ ചൂടിന് പുറകെ ദിവസങ്ങളോളം നീണ്ടുനിന്ന കനത്ത മഴയാണ് കായ്കൾ കൊഴിയാൻ കാരണമാക്കിയതെന്ന് കർഷകർ. തൃശൂർ നഗരത്തിലെയും സമീപ പ്രദേശങ്ങളിലെയും പൊളിഞ്ഞു വീഴാറായ പഴയ കെട്ടിടങ്ങൾ നിലനിർത്താൻ വ്യാജ സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റുകൾ അനധികൃതമായി സംഘടിപ്പിച്ചതിനെക്കുറിച്ച് വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് കോർപ്പറേഷൻ കൗൺസിലർ ജോൺ ഡാനിയൽ മേയർക്ക് കത്ത് നൽകി. അപകടാവസ്ഥ ഉള്ളതായി കണ്ടെത്തിയിട്ടുള്ള 271 കെട്ടിടങ്ങളുടെ പട്ടിക കളക്ടർക്ക് കൈമാറിയെന്ന് ജോൺ ഡാനിയൽ. മലയോര കർഷകരുടെ ആശങ്കകൾ പങ്കുവച്ച് ഇഞ്ചക്കുണ്ട് കുടിയേറ്റ വജ്രജൂബിലി ആഘോഷങ്ങൾ സമാപിച്ചു. സമാപന സമ്മേളനം മന്ത്രി റോഷി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു. കേരള കർഷക സംഘം അരിമ്പൂർ പഞ്ചായത്ത് സമ്മേളനം കർഷക സംഘം ജില്ലാ ജോയിന്റ് സെക്രട്ടറി സെബി ജോസഫ് ഉദ്ഘാടനം ചെയ്തു. EK പ്രകാശ് അധ്യക്ഷത വഹിച്ചു. CPI പെരിഞ്ഞനം ലോക്കൽ സമ്മേളനം നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG ശിവാനന്ദൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ എങ്കക്കാട് BJP ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. BJP നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി വിപിൻ കൊടിയേടത്ത് ഉദ്ഘാടനം ചെയ്തു. ജവഹർ ബാലവിഹാർ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ മാപ്രാണം കിക്ഷാക്ക് അരീന ടർഫ് കോർട്ടിൽ 2 മാസമായി നടന്നുവന്നിരുന്ന അവധിക്കാല ഫുട്ബോൾ ക്യാമ്പ് സമാപിച്ചു. AU രഘുരാമൻ പണിക്കർ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഏനാമാക്കൽ ക്ഷീര വ്യവസായ സംഘത്തിൽ ക്ഷീരദിനം ആചരിച്ചു. സംഘം പ്രസിഡന്റ് TI സുരേഷ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി പഞ്ചായത്ത് തല പ്രവേശനോത്സവം എരുമപ്പെട്ടി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് പ്രവേശനോത്സവം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. SNM ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് അധ്യക്ഷനായി. ചാലക്കുടി മുനിസിപ്പൽ തല സ്കൂൾ പ്രവേശനോത്സവം IRM LP സ്കൂളിൽ നടന്നു. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ അരണാട്ടുകര ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന പ്രവേശനോത്സവം ഡിവിഷൻ കൗൺസിലർ അനൂപ് ഡേവിസ് കാട ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രഹിത സനിലൻ അധ്യക്ഷത വഹിച്ചു. തൃശൂർ മാർത്തോമ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രവേശനോത്സവം സിനി ആർട്ടിസ്റ്റ് പ്രമോദ് പടിയത്ത് ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ സജു ചാക്കോ അധ്യക്ഷത വഹിച്ചു. അന്തിക്കാട് പഞ്ചായത്ത് തല സ്കൂൾ പ്രവേശനോത്സവം പുത്തൻപീടിക ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ജീന നന്ദൻ ഉദ്ഘാടനം ചെയ്തു. സിവിൽ സർവീസ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ഗംഗാ ഗോപിക്ക് കൊളത്തൂർ കർഷക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി. KK രാമചന്ദ്രൻ MLA അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം കുറുക്കൻപാറയിൽ നിയന്ത്രണം വിട്ട കാർ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിലെ ഷെഡിലേക്ക് ഇടിച്ചു കയറി. അപകടത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. കുന്നംകുളത്ത് നിന്ന് ഗുരുവായൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. തൃശൂർ ജില്ലാ മുനിസിപ്പൽ ആൻഡ് കോർപ്പറേഷൻ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സമ്മേളനം വടക്കാഞ്ചേരി സർവീസ് സഹകരണ ബാങ്ക് ഹാളിൽ നടന്നു. CITU ജില്ലാ ജനറൽ സെക്രട്ടറി UP ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലതല പ്രവേശനോത്സവം മാടായിക്കോണം ചാത്തൻ മാസ്റ്റർ സ്കൂളിൽ നടന്നു. മന്ത്രി R. ബിന്ദു ഉദ്ഘാടനം ചെയ്തു.
മുണ്ടത്തിക്കോട് സ്നേഹക്കൂടാരം കലാകായിക സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ നടത്തിയ വിമാനയാത്രയിൽ പങ്കെടുത്ത 74 പേർക്ക് സ്വീകരണം നൽകി. മുണ്ടത്തിക്കോട് DVLP സ്കൂളിൽ നടന്ന യോഗം എയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ KJ പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു. എടമുട്ടം ഫ്രണ്ട്സ് പുരുഷ സ്വയം സഹായ സംഘം 4ാം വാർഷികവും വിദ്യാഭ്യാസ പുരസ്കാര വിതരണവും നടത്തി. E.T. ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം മുരിങ്ങാത്തേരി 5ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധി കുടുംബ സംഗമം നടത്തി. മുൻ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് K. ജയശങ്കർ ഉദ്ഘാടനം ചെയ്തു. തൃശൂർ കുന്നംകുളം റോഡിലെ യാത്രാ ദുരിതം തുടരുന്നു. പുഴയ്ക്കലിലെ ഗതാഗതക്കുരുക്കിൽ വലഞ്ഞ് യാത്രക്കാർ. അധികൃതരുടെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണവും ആവുകയാണ് തൃശൂർ കുന്നംകുളം പാത. ജില്ലയിൽ ഹെപ്പറ്റൈറ്റിസ് രോഗബാധ ഏറുന്നു. ജാഗ്രത വേണമെന്ന് ആരോഗ്യവകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവില്ലാമല പഞ്ചായത്തിന്റെ പ്രവേശനോത്സവം തിരുവില്ലാമല ഗവൺമെന്റ് LP സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജ ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം വടുതല ഏരുകുളത്തിന്റെ ശിലാഫലകം സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചു. പുനർനിർമ്മാണത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച ശിലാഫലകമാണ് തകർത്തത്. DYFI കുണ്ടന്നൂർ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 വിജയികളെ അനുമോദിച്ചു. കുണ്ടന്നൂർ താജ് പാലസിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ PN സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ട്രാൻസ്ജെൻഡർ ദമ്പതികളുടെ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ രക്ഷിതാക്കളെന്നു രേഖപ്പെടുത്താൻ ഹൈക്കോടതി അനുമതി. കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ നിന്നും അച്ഛനും അമ്മയും എന്നത് ഒഴിവാക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ഗുരുവായൂർ നിയോജക മണ്ഡലം കൺവെൻഷൻ ബുധനാഴ്ച ചാവക്കാട് വ്യാപാര ഭവനിൽ നടക്കും. സംഘടനയുടെ സംസ്ഥാന സീനിയർ വൈസ് പ്രസിഡന്റ് KV അബ്ദുൽ ഹമീദ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും. SSLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ CPM ബ്രഹ്മംകുളം ബ്രാഞ്ചും DYFI യൂണിറ്റും ചേർന്ന് ആദരിച്ചു. CPM മണലൂർ ഏരിയ കമ്മിറ്റി അംഗം PG സുബിദാസ് ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.